സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ മരുന്ന് ക്ഷാമമില്ലെന്ന ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ വാദം പൊളിയുന്നു. ഡോക്ടറുടെ കുറിപ്പടിയുമായി ഫാർമസികളിൽ എത്തുന്ന രോഗികൾക്ക് പുറത്തുനിന്ന് വലിയ വില കൊടുത്ത് മരുന്ന് വാങ്ങേണ്ട അവസ്ഥയാണ് ഇപ്പോഴുമുള്ളത്. കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ നിന്ന് ഗോകുൽ കെ വേണുഗോപാൽ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. സർക്കാർ ആശുപത്രികളിൽ മരുന്നുണ്ടെന്ന് കഴിഞ്ഞ ദിവസം ആരോഗ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞ കാര്യം ശരിയോ തെറ്റോ എന്ന് അന്വേഷിക്കാൻ ഇറങ്ങിയതാണ് ഞങ്ങൾ. എന്നാൽ മന്ത്രിയെ തള്ളിക്കൊണ്ട് രോഗികൾ രംഗത്തെത്തുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. സർക്കാർ ആശുപത്രികളെ ആശ്വാസമായി കണ്ടിരുന്ന ജനങ്ങളിപ്പോൾ നിസ്സഹായരായി പരാതി പറയുന്നു. അധികം പുറത്തേക്കാണ് ചിലപ്പോൾ വരി നിന്നത് കാര്യമുണ്ടാവും. ചിലപ്പോൾ ആദ്യം വരി ചോദിക്കലാണ് ഉണ്ടാവുകയില്ലെന്ന്. മരുന്നും കൂടി തരണ്ടേ, അപ്പോഴല്ലേ മുഴുവനാവുള്ളൂ. മരുന്ന് ഷീറ്റ് ചെയ്തതിൻ്റെ അസുഖം മാറില്ലല്ലോ. അപ്പോൾ അവിടെ പാട് കിട്ടുന്ന 3 രൂപയുടെ 2 പിൽസും ടാബ്ലറ്റ്സ് ഒക്കെ കൊടുക്കുന്നുണ്ട്. വില കൂടിയ ലോഷനും ഓയിൻമെൻറ്റും കാര്യങ്ങളൊക്കെ പുറത്തേക്കാണ് വരുന്നുണ്ട്. മരുന്ന് എന്നോട് പുറത്തുനിന്ന് അങ്ങനെ പറഞ്ഞത്. എത്ര മരുന്നാ ഉള്ളത്? 2 മരുന്നപ്പതിൽ എഴുതിയത്. 2 മരുന്നും കിട്ടിയിട്ടില്ല. 2 കിട്ടിയിട്ടില്ല. ജനങ്ങൾക്ക് ഒരു ഉപകാരമില്ല. മരുന്നൊക്കെ പുറത്തുനിന്ന് എഴുതുന്നത്. എൻ്റെ എല്ലിനും ഷുഗറൊന്നുമില്ല നോക്കി വെച്ചാൽ ഇവിടെ എല്ലാം ഒരു സാധനം ഇവിടെ ഇല്ല. എല്ലാം പുറത്തുനിന്നാണ് വാങ്ങുന്നത്. ഇവിടെ ഉണ്ടാകുക ഒരു ഗുളിക 3 ദിവസത്തെ ഗുളിക വരും. വേറൊരു സാധനം ഇല്ല. അപ്പം ബാൻഡേജ് ഞാൻ എൻ്റെ പറഞ്ഞു, ബാൻഡേജ് ഇവിടെ ഇല്ല, പുറത്തുനിന്ന് വാങ്ങണമെന്ന് പറഞ്ഞു. ഒന്ന് ഇതിനകത്ത് കിട്ടിയിട്ടില്ല, 2 കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ ഹോട്ടലിൽ വലിയ കുഴപ്പമൊന്നുമില്ല, ഡോക്ടർമാരൊന്നും നല്ലോണം നോക്കണമൊന്നുമില്ല. മരുന്നുകൾ മാത്രമല്ല, അത്യാവശ്യ ടെസ്റ്റിംഗ് സംവിധാനങ്ങളോ അതിനുവേണ്ട സ്റ്റാഫുകളോ ഇവിടെ ഇല്ലെന്നും പരാതിയുണ്ട്. കാർഡിയാക് അറ്റാക്കായിട്ട് കൊണ്ടുവന്നതാണ്. അപ്പോൾ പെട്ടെന്ന് പറഞ്ഞ് ഇവിടുന്ന് പുറത്തുനിന്ന് ചെയ്യണമെന്ന്. ഞങ്ങൾ എമർജൻസി ആയിട്ട് വരുമ്പം പൈസ ഒന്നും എടുത്തിട്ടല്ലല്ലോ വരിക. അപ്പം ഇങ്ങനെയുള്ള സ്ഥലത്തേക്ക് സാധാരണക്കാരന് പറ്റിയൊരു ഹോസ്പിറ്റലല്ല ഇത്. ഈ സാധാരണക്കാരൻ എങ്ങനെ ഓടിക്കാന്ന് പറഞ്ഞത് അത് ഭയങ്കര കഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ അത് ബഹുമാനപ്പെട്ട മന്ത്രി എന്താണോ ചെയ്യാൻ പറ്റണമെന്ന് വെച്ചാൽ അത് ചെയ്തു തരാം. ഞങ്ങൾ ടെസ്റ്റ് ചെയ്ത് ഷുഗറിന് മെയിനായിട്ട് അറിയുന്നത് കറക്റ്റായിട്ട് അറിയാൻ വേണ്ടി അതിൻ്റെ മുമ്പ് ടെസ്റ്റ് ചെയ്താണ് അവിടുന്ന് ഫ്രീ ആയിരുന്നു. ഇപ്പോൾ ഇത് വേറെ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടി പോയി ടെസ്റ്റ് ചെയ്തു. അത് ഇവിടെ ഇല്ല, ഇപ്പോൾ പുറത്തുനിന്ന് ചെയ്യണം പറഞ്ഞു. എന്താ പറയുക, HIV ടെസ്റ്റിൻ്റെ ഇതില്ല ഇന്നലെ. അപ്പം ഇന്നൊക്കെ 2ാമത്തെ ദിവസം വരും. ഇന്നലെ HIV ടെസ്റ്റിന് അവിടെ ആളില്ല. സംസ്ഥാനത്ത് മരുന്നുകൾക്ക് ക്ഷാമമില്ല എന്ന് ആരോഗ്യമന്ത്രി നിയമസഭയിലടക്കം പറയുമ്പോഴും കോഴിക്കോട് ജില്ലയിലെ അവസ്ഥ ഇതാണ്. ബീച്ച് ആശുപത്രി പരിസരത്തു നിന്ന് ക്യാമറാമാൻ അനൂപിനൊപ്പം ഗോകുൽ കെ വേണുഗോപാൽ, ജനം, കോഴിക്കോട്.